ഉസ്താദ് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ ദൈവമാണ് വലുത്. ദൈവം എന്നുള്ള കൺസെപ്റ്റിലേക്ക് എടുത്ത് അള്ളാഹു അക്ബർ എന്ന വാക്കിന് അതല്ല അർത്ഥമുള്ളൂ, ദൈവം മഹാനാണ്. അപ്പോൾ എൻ്റെ ദൈവം മഹാനാണ് എന്ന് ഞാൻ സങ്കല്പിച്ചാൽ അല്ല, അവിടെ എല്ലാം ഇപ്പോൾ അവിടെ ഒരു വാക്ക് കൂടി അധികം പറയേണ്ടി വരികയാണ്. ഇപ്പോൾ നമ്മൾ ദൈവം എന്ന് പറയുമ്പോൾ ഒരു ഇസ്ലാമിൻ്റെ തിയോളജി പ്രകാരം ഒരു ക്ലാസ് നെയിമാണ്, വർഗനാമമാണ്. അപ്പോൾ എല്ലാ ആരാധിക്കപ്പെടുന്ന സാധനങ്ങളും ദൈവമാണ്. ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ ആ ആരാധിക്കപ്പെടുന്നതിൽ നിന്ന് സത്യത്തിൽ ആരാധനക്കർഹൻ അൽ ദൈവമായ, നമ്മൾ അൽ മലപ്പുറം എന്നൊക്കെ പറയുന്ന മാതിരി അൽ ദൈവമായ ദ ഗോഡായ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അൽ ഇലാഹ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അറബി ഇലാഹാണ്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിയായ ദൈവം അൽ മഅബൂദ് ബി ഹക്ക് അൽ ഇലാഹാക്കിയിട്ട് പിന്നെ അറബി പ്രയോഗപ്രകാരം അള്ളാഹു എന്നാക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ അൽ ഇലാഹിൻ്റെ ഒരു വിശാലമായ അർത്ഥം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സംസ്കൃതത്തിലൊരു ശ്ലോകമുണ്ട്, ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ഏകമായ സത്യമാണ്, സത്യം ഒന്നേ ഉള്ളൂ. അതിനെ പല പണ്ഡിതന്മാർ പല അർത്ഥത്തിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ പറഞ്ഞു വെച്ചാൽ സിമ്പിളാണ്. ഈ ആട്രിബ്യൂട്ട്സിൽ യോജിക്കുക എന്നുള്ളത് ഇസ്ലാമിക് ആട്രിബ്യൂട്ട്സിൽ യോജിക്കേണ്ട, സത്ത് ഒന്നേ ഉള്ളൂ, ഒരു സത്ത് മാത്രമേ ഉള്ളൂ. ഇലാഹ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അത് പല ആളുകൾ അതല്ല നമ്മളും പറയുന്നത്. അൽ ഇലാഹ് ആയിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. ബാക്കി അർഹതയില്ലാതെ പിന്നെ കൽപ്പിക്കപ്പെട്ട ദിവ്യത്വങ്ങളാണ് മറ്റുള്ളതിൽ ഉള്ളത്.